ഞങ്ങൾ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടു. ഞാനും എൻ്റെ അമ്മയുടെയും. അമ്മൂൻ്റെ ഇട്ടില്ല. അതിന് വന്നിട്ട് ചൊറിഞ്ഞ ചൊറിച്ചിലുണ്ടല്ലോ. നിങ്ങളെല്ലാം പറയൂ. ഇപ്പൊ എന്റെ ഇത്രയേ ഉള്ളൂ തുണി. താഴത്തേക്കൊന്നും കാണിക്കല്ലേ. ഞാൻ മുഖത്തേക്ക് കാണിക്കാം. അല്ല സംഗതികളൊക്കെ കാണും. ഇപ്പൊ തന്നെ മഴ ചാറുണ്ട്. ഇവിടുന്ന് ഇറങ്ങുമ്പോഴേക്കും ഉറപ്പാ നല്ല മഴ. എനിക്ക് വയ്യ മഴയത്തെ അധികം മാങ്ങ കടയും കാണിച്ചോ. എന്നെ ഒന്നും കാണില്ലല്ലോ ഇയാളെ മുമ്പിലുള്ള പ്രകാശം കൊണ്ട് എടുത്തിട്ട്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ ബ്ലോഗ്. ഞങ്ങൾ ആസ്പത്രിയിൽ പോകാൻ പോവാണ്. അമ്മുവിൻ്റെ ചുമ മാറിയിട്ടില്ല. ദോശ കഴിക്കൽ പരിപാടികളൊക്കെ ഞങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അതാ ഇറങ്ങാൻ പോവാണ്. കുറച്ച് ദിവസമായിട്ടുണ്ട് ചുമ, ഭയങ്കര ചുമ. ഇന്നും മാറും നാളെ മാറും, മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. രാത്രി ഉറക്കല്ല. അപ്പം എന്തായാലും പോയി ഒന്ന് കണ്ടേ പറ്റുള്ളൂ, ഇങ്ങനെ വെച്ച് നീട്ടാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങളിതാ ഹോസ്പിറ്റലിൽ എത്തി. ഇപ്പം എത്തിയുള്ളൂ. വലിയ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ കണ്ടല്ലോ അവിടെ നിൽക്കാൻ കഴിയൂല, ചൂട്ടിട്ട്. എല്ലായിടത്തും വെള്ളം കാണാം. മഴയാണ്, മഴ. ഞങ്ങൾ വരുമ്പോൾ ചാറിയിട്ടില്ല. എടാ തിരക്കുണ്ടാവുമോ? എന്നാ പോയി നോക്കൂ. ഇവിടെ നിന്നിട്ട് അണ്ണാറക്കോട്ടിനെ നോക്കി നിന്നോണ്ട് വല്ല കാര്യമുണ്ടോ? നടന്നാ നല്ല രസം അത്ര. ഹോസ്പിറ്റലിൽ എത്തി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാണാൻ പോയ ഡോക്ടറെ കണ്ടതുമില്ല. അവർ വേറെ ഡോക്ടറെ സജസ്റ്റ് ചെയ്തു അല്ലേ? എന്താ ചെയ്യാ? ആ ഡോക്ടറെ അടുത്ത് പോയല്ലോ. അയാൾ പറഞ്ഞു നിങ്ങളെ ഡോക്ടറെ തന്നെ വന്ന് കണ്ടോളൂ, മൺഡേ വരാൻ പറഞ്ഞു. വരുമ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നു നമ്മളെ ഡോക്ടർ ലീവ് ആവുമോ. എനിക്കും ഒരു ഹിന്റ് ഉണ്ടായിരുന്നു, ഇന്ന് ശനിയാഴ്ച അല്ലേ ഉണ്ടാവുമെന്ന്. അപ്പം നീ തിങ്കളാഴ്ച വരാല്ലേ? പിന്നെ എനിക്കൊരു ഡൗട്ട്, പിന്നെ എന്തിനാ ഒരു മരുന്ന് എഴുതി തന്നെ? മരുന്ന് തരുകയും ചെയ്തു. അത്രയും എമർജൻസി അങ്ങ് കഴിക്കാനായിരിക്കും. അങ്ങനെ തീരെ വയ്യും കഴിച്ചോളൂ, പക്ഷെ നിങ്ങളുടെ ഡോക്ടറെ വന്ന് കാണുന്നത് നല്ലതാണ്. തിങ്കളാഴ്ച വരാൻ പറഞ്ഞു. ഇത് വാങ്ങണ്ടല്ലോ. ഇപ്പം വേണ്ടെന്ന് തോന്നുന്നു. ആ കോഫ് സിറപ്പ് ഉണ്ടല്ലോ, അത് വെച്ച് 2 ദിവസം കൂടി അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ? നല്ല ഇടി. എങ്ങനെ പോണേ? ഇടി കിട്ടിയാലും പോവാതിരിക്കാൻ പറ്റുമോ? മഴയത്ത് നനഞ്ഞൊക്കെ അധികം ചുമ. മഴ വന്നാൽ കടയിലെവിടെയും കയറിക്കാം. ഇതിന് വാങ്ങാനുണ്ടോ? ഒന്നുമില്ലല്ലോ. ഈ മഴയത്ത് എന്ത് വാങ്ങിക്കണേ? ഫ്രൂട്ട്സ് വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ട്. നീ എപ്പോൾ വാങ്ങിക്കാനാ? അപ്പം തന്നെ പോയാലോ? ഇടി സ്ട്രോങ് ആവണതിന് മുമ്പ് വീട്ടിലേക്ക് എത്തിയാലോ? ഇപ്പം തന്നെ മഴ ചാറുണ്ട്. ഇവിടുന്ന് ഇറങ്ങുമ്പോഴേക്കും ഉറപ്പാ നല്ല മഴ. എനിക്ക് വയ്യ മഴയത്തെ അധികം മഴ നിന്നിട്ട് പോയാലോ? അതാ നല്ലത്. മഴ ചെറിയൊരു ഇൻ്റർവെല് തന്നതാണ്. ഈ ഗ്യാപ്പിൽ നേരെ വീട്ടിലേക്ക് എത്തണം, ഇല്ലെങ്കിൽ സ്ട്രോങ് ആവാനുള്ള ചാൻസ് ഉണ്ട് മഴ. ഇത് അടിപൊളിയായി കേട്ടോ. അല്ല വെയിലില്ലാത്തതുകൊണ്ട് മഴ പെയ്തുകൊണ്ട് തുണി ഉണക്കാൻ കണ്ടിരിക്കണ ഐഡിയ ആണല്ലോ. ഇവിടെ തൊട്ട് മേലെ വരെ ഉണ്ട്, ഫുള്ള് തുണിയാണ്. വെയിലില്ലെങ്കിൽ എന്താ ചെയ്യാ? അങ്ങനെ ഞങ്ങൾ 2:45 ഇതാ തിരിച്ചെത്തി. ഞങ്ങൾ പോയിട്ട് അമ്മ ഒരു എഗ്ഗ് ബിരിയാണി, മുട്ട ബിരിയാണി, ഞാൻ 2-3 ചപ്പാത്തി, 1-2 മുട്ട പുഴുങ്ങിയത്. രാവിലെ മുട്ട കഴിച്ചിട്ടില്ല, മുട്ട ഇവിടെ കഴിഞ്ഞോളൂ. അത് ഓർഡർ ചെയ്തിട്ട് അത് കൊണ്ടുവരാൻ മറന്നു പോവുകയും ചെയ്തു. അപ്പോൾ അതവിടുന്ന് കഴിച്ചു. മുട്ടയും ഉഴുന്ന് വാങ്ങിച്ചവരുണ്ട് കേട്ടോ വൈകുന്നേരം. എന്താ ദോശ ഉണ്ടാക്കാനല്ലേ? മുട്ട കഴിഞ്ഞില്ലേ? ഉഴുന്ന് ദോശ വെള്ളത്തിലിടണ്ട അരി. ഉഴുന്നില്ല. പിന്നെ ഒരു പാൽ പാക്കറ്റ് വാങ്ങിച്ചു ഒരു ഓറ ഒഴിക്കാം, തൈര്. പിന്നെ ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ട്. മാങ്ങ ഇപ്പോൾ വാങ്ങിയ പച്ചമാങ്ങ അല്ല, കുറച്ച് മധുരമുണ്ട്. പച്ചയല്ല, മാമ്പഴം. എന്താ പുളിയുണ്ടോ? രസല്ലേ? ശരി, നല്ല മാങ്ങ തിന്നിച്ചറിയില്ലേ? പുളിയുണ്ടോ? അത് കാശ് പോയിന്ന് പറയല്ലേ, ഫീലിംഗ് ആവുന്നു. മധുരമുള്ള പഴം കഴിക്കണമെന്നുണ്ടായിരുന്നു. കഴിക്കാനുള്ള മരുന്ന് കഴിച്ചിരുന്നോ? ഏത് മരുന്ന്? സാധാരണ ഇപ്പൊ കഴിക്കണ മരുന്ന് ചുമക്കുള്ളത്. ഇപ്പോൾ കുറയ്ക്കൊരു ആശ്വാസം ഉണ്ടോ ചുമക്ക്? രാത്രിയാണ് ചുമ അധികം വരുന്നത്. ഒരു സമാധാനം ഉണ്ടല്ലോ. സമാധാനമൊന്നുമില്ല, എത്ര നേരം ചുമച്ചത് കണ്ടില്ലേ? കഫം വരുന്നില്ലല്ലോ? ഡ്രൈ കോഫ്. ഇതെന്താ വർക്കൗട്ടാണോ? എത്ര മണിക്ക്? വൈകുന്നേരം 6:30 മണിക്ക്. ഒരു നേരം കാലൊന്നുമില്ലേ അല്ലേ? താഴത്തേക്കൊന്നും കാണിക്കല്ലേ. ഞാൻ മുഖത്തേക്ക് കാണിക്കാം. അല്ല സംഗതികളൊക്കെ കാണും. എല്ലാവരും രാവിലെയാണ് ചെയ്യുക.
ഇത് വൈകുന്നേരമല്ലോ വന്നേ, രണ്ടും കെട്ടാ സമയം. എപ്പോഴെങ്കിലും ആയിട്ട് ചെയ്യണ്ടേ? പിന്നെ എന്തിന്റെ വർക്കൗട്ടാ? ജസ്റ്റ് വർക്കൗട്ട്. എന്താ മൂഞ്ചി ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ വെച്ചിരിക്കുന്നത്? ഒന്നുമില്ല, വിശക്കണു. താഴത്ത് പോയി എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കട്ടെ. ഞങ്ങൾ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടു, ഞാനും എൻ്റെ അമ്മയുടെയും. അമ്മൂൻ്റെ ഇട്ടില്ല, അതിന് വന്നിട്ട് ചൊറിച്ചിലുണ്ടല്ലോ. ഗൈസ്, നിങ്ങളെന്താ പറയൂ. ആദ്യം കുട്ടി ഉണ്ടായിരുന്നു. കുട്ടി ഉണ്ടായ സമയത്ത് അത്യാവശ്യം തുണി ഉണ്ടാവും. അപ്പോ അന്ന് ചോദിക്കാനും എക്സ്ട്രാ തുണി ഉണ്ടോ ഇല്ലേ. അപ്പൊ ഞാനും കുട്ടിയും ഉണ്ടാവും. അങ്ങനെ സ്ഥലം ഉണ്ടെങ്കിൽ മാത്രം ഇവരുടെ ഇടും. ഇവർ തനിച്ചിടും. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് ആകെ അത്രേ ഉള്ളൂ തുണി. അപ്പോ ഇവരിടുമ്പോ ചോദിക്കും. ഞാൻ ഇന്നലെ നോക്കിയപ്പോ മെഷീൻ കുറച്ച് തുണി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ഇന്ന് വിചാരിച്ചു ശരി നമുക്ക് ഇടാം, അവരും ഉണ്ടല്ലോ തുണി, നമ്മുടെ ഇടാം, അത്രയേ ഉള്ളൂ തുണി. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചു. ഇന്ന് വന്ന് നോക്കുമ്പോണ്ട് എല്ലാം അവര് തുണി മാത്രം ഇട്ട് ഉണക്കിയിരിക്കുന്നു. ഇപ്പൊ എന്റെ ഇത്രയേ ഉള്ളൂ തുണി. അപ്പൊ ഞാൻ ആ തുണി മെഷീനിൽ ഇട്ടാ ഇത്രയും മാത്രം തുണിക്കാണ് ഈ മെഷീൻ കറണ്ട് ചെലവാക്കണമെന്ന് ചോദിക്കും മൂപ്പർ. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു, ഇവരിടുമ്പോ നമ്മുടെ ഒന്ന് ചോദിക്കും തുണി എന്തെങ്കിലും ഇടാറുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ഇവരെന്താ പറയണേ, ഇവർക്കുള്ള തുണി ഫുള്ളായി ഉണ്ടായിരുന്നു, അത്ര ഫുൾ ബൾക്കായിരുന്നു, ഇടാൻ സ്ഥലമില്ല, 2 വട്ടം ഇടാലോ. അപ്പൊ എൻ്റെ തുണി കുറച്ച് ഇവരുടെ തുണിയും പിന്നെ രണ്ടാമത്തെ സെറ്റ് അങ്ങനെ ഇടാലോ. അപ്പൊ എൻ്റെ തുണിയും ആയിട്ടുണ്ടാവില്ലേ. എന്ത് പറയാം, ഇതൊക്കെ ഓപ്പണായി പറയേണ്ട കാര്യങ്ങളല്ല, എനിക്ക് പറയാൻ താല്പര്യമല്ല, പറയിപ്പിച്ചതാണ് മൂപ്പര്. നീ പോയിട്ട് തന്നെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിട്ടോ. പറയിപ്പിച്ചിട്ടല്ലേ. ഞാൻ ഉണ്ടാക്കൂല. ഉണ്ടാക്കണ്ട, ഞാൻ ഉണ്ടാക്കിക്കോളാം. ഞാൻ ഉണ്ടാക്കി തിന്നു, എന്നിട്ട് ഞാൻ വരാം. ഉപ്പുമുളകില് ആ പഴയ ആൾക്കാർ പോയപ്പോ അതിന്റെ രസം പോയി കേട്ടോ. പഴയ അച്ഛനും അമ്മയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നപ്പോ അല്ലേ, ആ മുടിയനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇവരാണ് ഇപ്പൊ പുതിയവര്. ഇത് കാർത്തിക് ശങ്കറിന്റെ അമ്മയൊന്നുണ്ട്. ആ പഴയ ഒരു വൈബാണ് പോയി. അത് ആ പഴയ ആൾക്കാർ പോയപ്പോഴേ മുടിയനില്ല, അച്ഛനും അമ്മയില്ല, മക്കൾ 2 പേര് മാത്രമേ ഇപ്പൊ ഉള്ളൂ. 8:30 കുളി കഴിഞ്ഞ് വന്നു. ചൂട് സഹിക്കാൻ വയ്യ. മഴ പെയ്തതിന് ശേഷം ചൂട് ഇച്ചിരി കൂടുതലേ തോന്നുന്നുണ്ട്. എനിവേ ഇനിയിപ്പോൾ വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യണം. ഇനി നമുക്ക് എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ അപ്ലോഡ് ചെയ്യണം. പണികളുണ്ട്. ഇതിപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ അതും ഇതൊക്കെ പറഞ്ഞ് നമുക്ക് വലിച്ചു നീട്ടുന്നില്ല. ഇന്നത്തെ വ്ളോഗ് ഇത് അവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. വ്ളോഗ് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബായ്.